നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് പാചകത്തിന് വേണ്ടി യൂസ് ചെയ്തു വരുന്ന ഒന്നാണ് ടെഫ്ലോൺ കോട്ടിങ്ങോട് കൂടിയ നോൺ സ്റ്റിക്ക് പാനുകൾ. എന്നാൽ ഇവ അമിതമായിട്ട് ചൂടാക്കിയാൽ ഇതിൽ നിന്ന് വരുന്ന ഒരു കെമിക്കൽ അത് ടെഫ്ലോൺ ഫ്ലൂവിന് കാരണമാകും എന്ന് പഠനങ്ങൾ പറയപ്പെടുന്നു. ടെഫ്ലോൺ കോട്ടിങ്ങിലെ ഒരു രാസവസ്തുവായ പോളിടെട്രാഫ്ലൂറോ എഥിലിൻ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസസിൽ, അതായത് PFA എന്ന് പറയും, ഇതിൽ ഉൾപ്പെടുന്ന ഒരു തരം രാസവസ്തുവാണ്. ഫോർ എവർ കെമിക്കലുകൾ എന്നുകൂടി ഇവ അറിയപ്പെടുന്നുണ്ട്. കാരണം ഇവ പരിസ്ഥിതിയിൽ ആയിരക്കണക്കിന് വർഷം ജീർണിക്കാതെ നിലനിൽക്കും. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ 500 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ ചൂടാക്കുമ്പോൾ ടെഫ്ലോൺ ആവരണം തകരുകയും വിഷപ്പുകകൾ പുറത്തു വരികയും ചെയ്യും. ഇതാണ് ടെഫ്ലോൺ ഫ്ലൂവിന് കാരണമാവുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുളിര്, ചുമ, നെഞ്ചിന് ഒരു ഭാരം പോലെ, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, തലവേദന, തലകറക്കം, ക്ഷീണം, ഓക്കാനം, ഛർദിൽ, മസിൽ പെയിൻ, സന്ധിവേദന, ഇവയൊക്കെയാണ് ടെഫ്ലോൺ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ. ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള നോൺ സ്റ്റിക്ക് പാനുകളിൽ സ്റ്റീൽ സ്പൂണുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആവരണം പൊളിയാൻ കാരണമാകും. അത് ഇളകി വരികയും വിഷപ്പുക പുറത്തു വരികയും ചെയ്യും. പോറലുകൾ വീണു കഴിഞ്ഞ പാനുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക്ക് പാനുകളിൽ ചെറിയൊരു പോറൽ വീണാൽ പോലും പിന്നീട് അത് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ചെറിയൊരു പോറൽ വന്നാൽ പോലും 9000-ന് മുകളിൽ കണികകളെ പുറത്തു വിടും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ കണികകൾ പലതരം ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കിഡ്നി ക്യാൻസർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നോൺ സ്റ്റിക്ക് പാനുകൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ജനലുകൾ തുറന്നിടാനും എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്തിടാനും മറക്കരുത്. കാരണം ഇത് വിഷപ്പുക പുറത്തു തള്ളാൻ സഹായിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.